അയ്യോ രാമേ, ഞാൻ എത്ര ദൂരത്ത് നിന്ന് വരുമെന്നറിയോ? ദൂരദർശൻ കേന്ദ്രത്തിന്റെ അവിടുന്ന് ഓട്ടോ കയറി ബസ് കയറി അവിടെ എത്തിയപ്പോ ഐസ്ക്രീം ബാർ കയറി ആ കുട്ടി. അതിനെന്താ, അവര് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അയ്യേ, അത് കഴുതി കൂട്ടി കാത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യും, മെല്ലെ ഐസ്ക്രീം ബാർ കയറി ഒരു ഐസ്ക്രീം വാങ്ങി പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വരുമോ? അതൊക്കെ ഒരുമാതിരി. അയ്യേ, എന്തൊരു മാതിരി, അങ്ങോട്ട് ചെല്ല്. പോട്ടെ, ഇനി ഇങ്ങനത്തെ ചാൻസ് കിട്ടില്ല കേട്ടോ. അച്ഛനാണോ സത്യം? ധൈര്യമായിട്ട് ചെല്ല്, ധൈര്യമായിട്ട്. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചെല്ല്. ഒരു ഐസ്ക്രീം ഏതാ വേണ്ടത്? ഏതാ ഉള്ളത്? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, പിസ്ത, ബട്ടർ സ്കോച്ച്, ചോക്കോബാർ എല്ലാം ഉണ്ട് സാർ. ഏതാ വേണ്ടേ? മിസ് രാധികയല്ലേ? അതെ, വരട്ടെ. ഈ ടിവിയിലൊക്കെ അല്ല സാർ, എക്സ്ക്യൂസ് മീ, ടിവിയിലെ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു, വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റുലേഷൻ. ഡോക്ടർ കെ എസ് മേനോന്റെ മകളല്ലേ? അതെ, അച്ഛനറിയോ? കൊള്ളാം, ഞങ്ങളുടെ ഫാമിലി ഡോക്ടറല്ലേ? ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ. എന്റെ അമ്മൂമ്മയുടെ വാദം ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത്. പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാറുള്ളത്. പുള്ളി ചികിത്സിച്ച് ഭേദമാക്കേണ്ട കാര്യമില്ല, അത്ര കൈപ്പുണ്യമുള്ള ആളാ. ഡോക്ടർമാരുടെ ഇടയിൽ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ. എന്റെ അച്ഛനാണോ നിങ്ങൾ ചികിത്സിക്കുന്നത്? അതെ. ഉറപ്പാണോ? മേനോൻ ഡോക്ടറെ എനിക്കറിയില്ലേ, എന്താ പ്രശ്നം? അല്ല, എന്റെ അച്ഛനൊരു മൃഗ ഡോക്ടറാണ്.